നമസ്കാരം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നിരവധി ഭക്തജനങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ പൊങ്കാലയാണ്. ഈ പൊങ്കാലയുടെ തിരക്കാണ് തിരുവനന്തപുരത്തിൻ്റെ മുക്കിലും മൂലയിലും ഉള്ളത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ചട്ടിയും കലവും മറ്റ് ദ്രവ്യങ്ങളുമെല്ലാം തന്നെ ഇപ്പോൾ കിഴക്കേക്കോട്ട ഭാഗത്ത് വിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൂടാതെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ഭക്തജനങ്ങളാണ് അതായത് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് കുറ്റിപ്പുറത്ത്, മലപ്പുറം ജില്ലയിൽ നിന്ന് കുറ്റിപ്പുറത്ത് എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത് വരുന്നത്. അല്ലല്ല, 4ാമത്തെ വർഷമാണ് ഇവിടെ. എവിടെയാ അടുപ്പൊക്കെ എവിടെയാ സെറ്റ് ചെയ്ത്? ഞങ്ങളവിടെ അമ്പലത്തിന്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ. പേര്? എന്റെ പേര് നിഷ. ബീന. എത്ര വർഷമായി? ഞാനിത് 3ാമത്തെ വർഷം. നിങ്ങള് രണ്ടാള് മാത്രമേ? 3 ഉള്ളൂ? 5 പേരുണ്ട്. ശരി ശരി, ഓക്കെ. എന്തായാലും മലപ്പുറത്തുനിന്നാണ് വരുന്നത്, കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. വരുന്നേ? ഞങ്ങൾ കൊല്ലം. വർഷമായി? ഒരുപാട് വർഷം കൊണ്ട് വരുന്നുണ്ട്. അമ്മ കലൊക്കെ വാങ്ങിയോ? കലം വാങ്ങിച്ചു മക്കളെ, ഇനി ബാക്കിയൊക്കെ മേടിക്കണം. ഇനിയും മേടിക്കാനുള്ള അരി കഴുകാനുള്ള പാത്രം മേടിക്കണം. സ്റ്റീലിന്റെ പാത്രമാണോ? സ്റ്റീലിന്റെ അങ്ങനെ നോക്കി പോവാം, അങ്ങോട്ട് എല്ലാം നോക്കി പോയി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോവാം. വാങ്ങിച്ചു. ഞങ്ങളാണ്ടല്ല അവിടുന്ന് വാങ്ങിച്ചു സ്റ്റീൽ പാത്രമൊക്കെ. അമ്മയും കൊല്ലം അല്ല, ഞങ്ങൾ ആലപ്പുഴ മാവേലിക്കര, ചാരുമൂട് ചുനക്കര. ഞങ്ങളിപ്പോ 4ാമത്തെ വർഷം. ഞാൻ 4ാമത്തെ വർഷം. മൂന്നാമത്തെ വർഷം. സുഖമായിട്ടിരിക്കുന്നു. അനുഗ്രഹമുണ്ട്. അനുഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതും. എന്താ പേര്? എന്റെ പേര് തങ്കമ്മ. എന്റെ പേര് ഉഷ. എന്തായാലും വളരെ സന്തോഷം, കണ്ടതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ അരി കഴുകാനുള്ള പാത്രം അന്വേഷിച്ച് നടക്കുകയാണ്. ഞങ്ങള് മാവേലിക്കര. എത്ര വർഷമായി പൊങ്കാല? 10-20 വർഷം കൊണ്ട് ഇടുന്നു. അമ്മയുടെ അനുഗ്രഹം ഉണ്ട്, അതുകൊണ്ടല്ലേ എപ്പോഴും എല്ലാ വർഷവും വരുന്നത്. അമ്പിളി ചന്ദ്രൻ. അമ്മയുടെ അനുഗ്രഹം വേണം, അതിനു വേണ്ടി വന്നതാ. അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ. എന്തായാലും അനന്തപുരി ഭക്തി സാന്ദ്രം തന്നെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സമയമാണിത്. എന്തായാലും എല്ലാവരും കലം ഇത്തരത്തിലുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് ഉള്ളത്. എന്തായാലും വലിയൊരു തിരക്കാണ് നമ്മുടെ നഗരത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വലിയ ട്രാഫിക് ഉണ്ട്. എന്തായാലും ഒരു വശത്ത് ആറ്റുകാൽ പൊങ്കാല തകൃതിയായിക്കൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രങ്ങളിലും തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടാകെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഈ ഒരു പൊങ്കാല സമർപ്പണത്തിനായി സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഗിന്നസ് വേൾഡ് റെക്കോർഡിലടക്കം ഇടം പിടിച്ച സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മഹാ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കച്ചവടങ്ങളെല്ലാം തന്നെ ഇവിടെ യുവ സംരംഭകരടക്കം വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നത് നമ്മൾ വരുന്ന വഴികളിലെല്ലാം തന്നെ അതാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. വർക്കലേന്ന്. എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? കൊറേ വർഷമായി. എണ്ണീട്ടില്ല? ഇല്ല. എന്താ പേരെന്താ? ശ്യാമള. സത്യഭാമ. എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? 18 വർഷമായി. സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും എല്ലാവരും ഭക്തിസാന്ദ്രമായ അവസ്ഥയിലാണ് ഉള്ളത്. ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്തജനങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ പൊങ്കാല ഇടാനുള്ള തിരക്കിലാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും എല്ലാവരും തന്നെ പൊങ്കാല അടുപ്പ് വയ്ക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ഇഷ്ടിക കട്ടകളെല്ലാം തന്നെ
ഒരുക്കിക്കൊണ്ട് അവരവരുടെ സ്ഥലം എല്ലാവരും തന്നെ പിടിച്ചിരിക്കുന്നു. എന്തായാലും എല്ലാവരും അമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അനന്തപുരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.